43 വർഷമായി ഞാൻ മസ്കറ്റിൽ ഗോബ്ര എന്ന സ്ഥലത്ത് ജോലി ചെയ്തു വരികയാണ്. പ്രവാസി ക്ഷേമനിധിയിൽ ചേർന്ന് കഴിഞ്ഞ ഒരു വർഷമായി എനിക്ക് പെൻഷൻ ലഭിക്കാൻ തുടങ്ങി. ഈ പ്രവാസി ക്ഷേമനിധി നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൈത്താങ്ങാണ്. ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 35 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ കേരള പ്രവാസി ക്ഷേമ നിധിയിൽ അംഗമാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷനോട് കൂടാതെ മറ്റുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ചികിത്സാ സഹായം, പെൺകുട്ടികളുടെ വിവാഹം, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. മാസം 3000 രൂപ വീതം കിട്ടുന്നുണ്ട്. ഇതുവരെ മുടങ്ങിയില്ല. കിട്ടാൻ തുടങ്ങിയ ശേഷം നമ്മൾ ഇതിൽ അംഗമാവുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും അയച്ചു കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവാസി പെൻഷൻ 3000 രൂപ വെച്ച് എല്ലാ മാസം മുടങ്ങാതെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 6 മാസമായിട്ട് എനിക്ക് സ്ഥിരമായി 3000 രൂപ വെച്ചിട്ട് മാസം കിട്ടുന്നുണ്ട്. ഇന്ന് എടുത്തിരിക്കുന്നത് പ്രവാസി ക്ഷേമനിധി പെൻഷനാണ്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ വീട്ടിലൊരു പ്രവാസിയെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. പ്രവാസി ക്ഷേമനിധി പെൻഷൻ നമുക്ക് പ്രവാസികൾക്ക് ഏറ്റവും ഉള്ളൊരു ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം നമുക്ക് ഈ പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗത്വം എടുക്കുക വഴി ചെറിയൊരു തുക മാസം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടുന്നൊരു സ്കീമാണ് ഈ പ്രവാസി ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടാണ് ഇന്നത്തെ കട്ടൻ ടോക്സിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം പ്രവാസികൾക്ക് ഇത് ഉപകാരപ്രദമാവട്ടെ. അപ്പം നമുക്ക് ഒരു കോമൺ പേഴ്സൺ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പ്രവാസി ക്ഷേമനിധി എന്താണെന്നറിയാം, എന്നാലും ഒന്നും അറിയാത്ത ഒരാൾക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻ മുതൽ തന്നെ തുടങ്ങാം. പ്രവാസി ക്ഷേമനിധി എന്നാൽ എന്താണ്? പറയാം. എന്തായാലും ഈ ഒരു ടോക്കിൽ സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ രേഖ സൂചിപ്പിച്ച പോലെ പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കും സംശയമുണ്ട്. കാരണം ഒരുപാട് പേരെ നമ്മൾ കാണുമ്പോൾ അറിയാത്തവരായിട്ട് ഇവിടെ ഉണ്ട്. ഗൾഫിലും ഉണ്ട്, അതുപോലെ തന്നെ നാട്ടിലുണ്ട്. തിരിച്ചെത്തിയ പ്രവാസികളുടെ ഇടയിൽ തന്നെ ഈ പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സത്യമാണ് പറഞ്ഞത്. കാരണം ഒത്തിരി വർഷം ഗൾഫിലുണ്ടായിരുന്നവർ പോലും ക്ഷേമനിധി കാർഡ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എന്ന് ചോദിച്ചൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ 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 അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഒരുപാട് അനുഭവങ്ങൾ എനിക്കുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബോർഡിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം പലപ്പോഴും യാത്രകളിൽ ഒക്കെ പ്രവാസി ആയിരുന്നു എന്ന് പറയുന്നവരോടും പ്രവാസി ആണെന്ന് പറയുന്നവരോടും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാണോ എന്ന് ചോദിക്കുമ്പം വളരെ നിരാശപ്പെടുന്ന രീതിയിലാണ് പലപ്പോഴും അതിനെക്കുറിച്ച് അറിയാത്ത തരത്തിലുള്ള മറുപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു ഷോയിലൂടെ കുറച്ച് പേർക്കെങ്കിലും ഇത് എത്തിക്കാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം പ്രവാസികളായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരു വിഷയമാണ് ഈ ക്ഷേമനിധിയെക്കുറിച്ച്. കാരണം അവരെ സംബന്ധിക്കുന്നതാണ്. അത് പ്രവാസികൾ ഇപ്പോൾ പ്രവാസ ലോകത്തുള്ളവരായാലും നാട്ടിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള പ്രവാസികളായാലും പ്രവാസം കഴിഞ്ഞ് തിരിച്ചു പോയവരാണെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി ഈ പ്രവാസി ക്ഷേമനിധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ലളിതമായി പ്രവാസ ക്ഷേമനിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേമനിധി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ഒരു പെൻഷൻ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ അംഗമായിരിക്കുമ്പോൾ പെൻഷന് പുറമെ ഒരുപാട് ആനുകൂല്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് വളരെ ലളിതമായിട്ട്. അപ്പോൾ ഒരു പ്രവാസം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും 60 വയസ്സ് കഴിഞ്ഞ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ എന്നുള്ള ഒരു ആകർഷകമായിട്ടുള്ളൊരു കാര്യം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ അംഗമായിരിക്കുമ്പോൾ 60 വയസ്സിന് മുമ്പും അംഗമാകുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അതിലേക്ക് വരാം. പക്ഷെ അതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത്, നമ്മൾ പ്രവാസ ലോകത്തുള്ളവർ മനസ്സിലാക്കേണ്ട, അറിയേണ്ട മറ്റ് ചില ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ വളരെ കാലമായിട്ട് പ്രവാസത്തിൽ അതിൻ്റെ ചരിത്രം വളരെ വലുതാണ്.
ഗൾഫ് പ്രവാസം പ്രത്യേകിച്ചും നമ്മൾ 70-കൾക്ക് ശേഷമാണ് കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഗൾഫ് പ്രവാസം. അപ്പോൾ ഗൾഫ് പ്രവാസികൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് നാടുകളിലേക്ക് പോകുന്നവർ പലപ്പോഴും ആ തിരിച്ചുള്ള റെമിറ്റൻസോ തിരിച്ചിങ്ങോട്ടോ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ അധികം താല്പര്യം ഉണ്ടാവാറില്ല. യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് അമേരിക്കയിലോ കാനഡയിലൊക്കെ പോകുന്നവർ അവരെ പോയി അവരുടെ ലോകത്തേക്ക് അവരവിടെ സെറ്റിലാകുക എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു ചിന്തയുമായിട്ടാണ് പോകുന്നത്. പക്ഷെ മറിച്ച് പ്രവാസികൾ ഇപ്പോൾ നമ്മൾ 70-കൾ മുതലുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അവരാണ് ശരിക്ക് ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അവരുടെ വരുമാനം അയച്ചുകൊണ്ട് ആ കുടുംബങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിന് പരിശ്രമിക്കും. അത്തരം പരിശ്രമങ്ങൾ നാടിൻ്റെ മൊത്തം ഒരു പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് 70-കൾക്ക് ശേഷമുള്ള കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രവാസികൾ അയക്കുന്ന അതിൻ്റെ കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വളരെ വിസിബിളാണ്. ഇപ്പം കേരള മൈഗ്രേഷൻ സർവേയിലൊക്കെ അതിൻ്റെ കണക്കുകളൊക്കെ എത്ര എമൗണ്ട് വരുന്നു എന്നുള്ളതിനൊക്കെ വിശദമായിട്ട് കണക്കുകളുണ്ട്. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്തുത വലിയ തോതിൽ ഈ സാമ്പത്തികമായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റുന്നതിൽ സാമ്പത്തികം ഗൾഫിൽ നിന്നുള്ള സാമ്പത്തികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു കേരളം എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എന്തായാലും ഇതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഗൾഫ് പ്രവാസികളോടുള്ള നമ്മുടെ സമീപനം, നാടിൻ്റെ സമീപനം, അത് ഒട്ടും ഒരു എന്താ പറയുക പ്രോത്സാഹജനകമായിരുന്നില്ല. പലപ്പോഴും ഇപ്പം ഗൾഫുകാരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 70-കളുടെ പകുതിക്കോ 80-കളിലൊക്കെ ഉള്ള സിനിമകൾ തന്നെ ഒരു ടേപ്പ് റെക്കോർഡറും പിടിച്ച് ഒരു പാൻസൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് കുറച്ച് ജാട കാണിച്ച് തിരിച്ചു പോകുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു തമാശക്കളി എന്നുള്ള രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവരുടെ വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായ ചർച്ചകളൊന്നും നടന്നിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നത് ശരിക്ക് ഈ 90-കളിൽ നമ്മുടെ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ ലോകം ആസകലം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇത്തരം ആഗോളവൽക്കരണവും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായി വന്നൊരു സമയത്ത് ആണ് 90-കൾക്ക് ശേഷം ഈ പ്രവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പണത്തെക്കുറിച്ചും അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുരോഗതിയെക്കുറിച്ചൊക്കെയുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന പണം അതൊരു ശരിയായിട്ട് അതിന് അംഗീകാരം കിട്ടുന്ന ഒരു തരത്തിലേക്ക് വന്നു. അതെ, ആ ഗൾഫ് പണം കേരളത്തിൽ പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോഴും ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യം അപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ 90-കളുടെ പകുതിയോടെയാണ് സത്യത്തിൽ പ്രവാസികളുടെ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ഒരു ധാരണ നമ്മുടെ നാട്ടിൽ ഭരണകൂടത്തിന് കിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ 70-കൾക്ക് ശേഷം തന്നെയാണെങ്കിലും പ്രവാസ ലോകത്തേക്ക് പല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും കടന്നു വരികയും ഇവിടുത്തെ അവരുടെ ജീവിതം, പ്രവാസികളുടെ ജീവിതം നേരിട്ട് കാണുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ നിന്ന് പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ഭരണകൂടവും നേതൃത്വമൊക്കെ വളർന്നു വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് 90-കളുടെ അവസാനത്തിൽ 96-ൽ നോർക്ക, സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നോർക്ക എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് പ്രവാസികൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വരുന്നത്. അപ്പോൾ ആ നോർക്കയുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരികയും പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അത്തരത്തിലുള്ള സെമിനാറുകൾ പിൽക്കാലങ്ങളിൽ നടക്കുകയും പ്രവാസികൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വിഷയങ്ങൾ കൂടുതൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 2015 ഇത്തരത്തിലുള്ള സെമിനാറിൽ ഇവിടുന്ന് പോയി പങ്കെടുത്തൊരു അനുഭവം എനിക്കുണ്ട്. നിരന്തരമായിട്ട് ചർച്ചകൾ വരുന്നുണ്ട്. CDSൻ്റെ നേതൃത്വം നടത്തുന്ന സർവേകളിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഗൗരവതരമായിട്ട് ഈ ചർച്ചകളൊക്കെ നടന്നു വരികയും നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരികയും അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് പ്രവാസി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങൾ നിലവിൽ വരുന്നത്. ഇതെന്നാ നിലവിൽ വരുന്നത്? 2009-ലാണ് പ്രവാസി ക്ഷേമനിധി വരുന്നത്. 2008 നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു
ക്ഷേമനിധി രൂപീകരണം ഉണ്ടാകുന്നത്. 2009 ഫെബ്രുവരി 28 ഇത് സഖാവ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉള്ളത്. അപ്പോൾ അന്ന് അത് ഒരു ചെറിയ തോതിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ 3 കാറ്റഗറിയാണ് പൊതുവിലുള്ളത്. ഒന്ന് ഇപ്പം നിലവിൽ നമ്മളൊരു 1A കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പുറത്ത്, രാജ്യത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ഗൾഫിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർ 1A കാറ്റഗറി. അവർക്ക് പെൻഷൻ ഇപ്പോൾ നിലവിൽ 3500 രൂപയാണ് ഒരു മാസം കിട്ടുക. പിന്നെ ഉള്ളത് ഇവിടെ 2 വർഷമെങ്കിലും ഇവിടെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോയിട്ടുള്ളവർ. 2 വർഷം എങ്കിലും ഗൾഫിൽ ജോലി ചെയ്തിട്ട്, ഗൾഫിൽ നിന്നല്ല പുറത്ത് ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ പോയവർ, അവിടെ നാട്ടിലായിരിക്കുന്നവർ. അപ്പോൾ അത് 1B കാറ്റഗറിയാണ്. അവർക്ക് 3000 രൂപയാണ് പെൻഷൻ. അതുകൂടാതെ ഇപ്പം പിന്നെ കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്കുള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് ഒരു കാറ്റഗറി വേറെയാണ്, 2A കാറ്റഗറിയാണ്. അതും അതേ പെൻഷനാണ്, 3000 രൂപയാണ് അവർക്കും പെൻഷനുള്ളത്. ഇങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അംശാദായം ഓരോ മാസം അടയ്ക്കേണ്ടതിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ അടയ്ക്കേണ്ടത് 350 രൂപയാണ് ഒരു മാസം. ഓക്കെ, നമുക്ക് തുടക്കം മുതൽ തന്നെ പോവാം. അപ്പോൾ ഇപ്പം പ്രവാസി ക്ഷേമനിധി എന്താണെന്നുള്ളതും എങ്ങനെ ഫോമായി എന്നുള്ളതും ഇപ്പോൾ ഏകദേശം വ്യക്തമാണ്. ഇപ്പോൾ ഒരു പ്രവാസി ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അവർക്ക് എന്ത് എലിജിബിലിറ്റിയാണ് വേണ്ടത്? എല്ലാവർക്കും എടുക്കാവോ? ഇവിടെ നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന ആർക്കും എടുക്കാം. 1A കാറ്റഗറി ആർക്കും എടുക്കാം. 18-നും 60-നും ഇടയിലായിരിക്കണം വയസ്സ്. 18-നും 60 വയസ്സിന് 59 വയസ്സുള്ളവർക്ക് എടുക്കാം. അതിൽ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വേണേൽ പിന്നീട് പറയാം. ഓക്കെ. 18-നും അതുപോലെ തന്നെ 60-നും ഇടയിലുള്ള ആർക്കും ഇതിലെടുക്കാം. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് 2 വർഷമെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോയ ഒരാൾക്കും എടുക്കാവുന്നതാണ് അല്ലേ? രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരിൽ ഹസ്ബൻഡിന് എടുക്കാം, കൂടെയുള്ള റെസിഡൻറ്റ് വിസയിലുള്ള വൈഫിന് എടുക്കാൻ പറ്റുമോ? എടുക്കുന്നുണ്ട്. മക്കൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ എടുക്കാം, ഇൻഡിവിജ്വലായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ അംഗത്വം എടുക്കുന്നത്? അംഗത്വം എടുക്കാൻ വളരെ ലളിതമാണ്. മുൻകാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ ആയിരുന്നില്ലാത്ത സമയത്ത് നമ്മൾ ഫോറം പൂരിപ്പിച്ചിട്ട് കൊണ്ടുപോയി ഇത് അവിടെ ഹാർഡ് കോപ്പി എത്തിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ലളിതമാണ്. പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഇംഗ്ലീഷ് അതിൽ തന്നെ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രവാസി ക്ഷേമനിധി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് വെബ്സൈറ്റിൽ പോയി ആ ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ രജിസ്ട്രേഷൻ ഒരു ഫീസ് ഉണ്ട്, അത് കൊടുത്ത് നമ്മൾ അത് തിരിച്ച്. എത്ര രൂപയാണ് രജിസ്ട്രേഷൻ? അത് 200 രൂപയാണ് അതിൻ്റെ ഫീസ്. അത് അടച്ചതിന് ശേഷം തിരിച്ച് അതിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡൊക്കെ അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് നമ്മൾ അംശാദായം അടച്ചു കൊടുക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ ഇത്? അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അതിൽ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറിലും ഉണ്ട്. അതിനകത്ത് വീഡിയോ തന്നെ ഇതെങ്ങനെയാണ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അത് നിങ്ങൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരാൾ 200 രൂപ അടച്ചു, ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തു. ഇനി അടുത്ത എന്താ സംഭവിക്കുക? അടുത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവർക്ക് ആക്സസ് ഉണ്ടാവുമല്ലോ. അത് വെച്ചുകൊണ്ട് അവരുടെ ഫോൺ നമ്പറാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ലിങ്കായിട്ട് വരും. അപ്പോൾ ഫോൺ നമ്പറിലൂടെ നമുക്ക് ഈ ഇൻഫർമേഷൻസ് വരും. പിന്നീട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പൈസ അടയ്ക്കാവുന്നതാണ്. നമ്മുടെ പോർട്ടലുകളിലൂടെ തന്നെ അടയ്ക്കാവുന്നതാണ്. ബാങ്ക് പല തരത്തിലും അടയ്ക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഏത് ഇൻ്റർനെറ്റ് പേയ്മെൻറ്റ് പലതിലൂടെ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാവും. അംഗത്വത്തിൻ്റെ കാർഡും ഇതെല്ലാം വരും. അപ്പോൾ ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രവാസി ക്ഷേമനിധിയിലെ ഒരു അംഗമായി. അപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ പിന്നെ പൈസ ഒന്നും അടച്ചില്ലെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പല ബെനിഫിറ്റുകളും അംഗമാണ് എന്നുള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ പലതും ഉണ്ട്. പക്ഷേ നമ്മൾ അംശാദായം അടച്ച് തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ അത് എഫക്റ്റീവ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ബെനിഫിറ്റുകൾക്ക് 2 വർഷം അടച്ചിരിക്കണം എന്നൊക്കെയുള്ള അതിൻ്റെ വിശദമായി പറയുമ്പോൾ നമുക്കതിൽ വഴിക്ക് വരാം. പക്ഷേ ഒരിക്കൽ അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി ഐഡിയലി അതിൽ പറയുന്ന ഈ നിബന്ധനകളില്ലാത്ത ബെനിഫിറ്റുകൾക്കെല്ലാം
അർഹനാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആക്സിഡൻറ്റോ മറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അംഗമായാൽ അംഗമാണണം എന്ന് മാത്രം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ തന്നെ ചില അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നമുക്കിപ്പോൾ ഈ 5 വർഷത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ നിയമപ്രകാരം 5 വർഷം മിനിമം അടച്ചിരിക്കണമെന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നിച്ചടയ്ക്കാം, 5 വർഷത്തെ ഒന്നിച്ചടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിളായി, പെൻഷൻ എലിജിബിളായി. 5 വർഷം അടച്ചു കഴിഞ്ഞാൽ എലിജിബിളായി. പക്ഷേ നമ്മൾ ഇപ്പം എടുത്തു കഴിഞ്ഞിട്ട് 5 വർഷം അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പീരീഡ് ഉണ്ടെങ്കിൽ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അംഗത്വം നഷ്ടമാവും. 1 വർഷം ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അടച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 55 വയസ്സുള്ള ഒരാൾ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ 55 വയസ്സ് 5 വർഷം അടച്ചു, 60 വയസ്സിലേക്ക് പെൻഷൻ കിട്ടും. ഏറ്റവും മിനിമം ഈ പറഞ്ഞ 3500 രൂപ കിട്ടിക്കൊണ്ട് പെൻഷനായി വരും. അപ്പോൾ ഹസ്ബൻഡും വൈഫും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 3500 7000 രൂപ അവർക്ക് പ്രതിമാസം ലഭിക്കുന്നു നാട്ടിൽ പോയി കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരുന്നത് 55 വയസ്സിൽ ഇത് എടുത്താൽ പോരെ? അതൊരു സ്വാഭാവികമായിട്ട് സംശയമാണ്. പക്ഷെ അവിടെയാണ് മറ്റ് ആനുകൂല്യങ്ങളുടെ പ്രസക്തി വരുന്നത്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരന് ഇവിടെ വന്ന് പ്രവാസിയായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ, നമ്മൾ പറയാൻ പോകുന്ന ആനുകൂല്യങ്ങളുണ്ട്. അതായത് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാലുള്ള, മരണം സംഭവിച്ചു കഴിഞ്ഞാലുള്ള കോമ്പൻസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൻഷൻ, കുടുംബ പെൻഷൻ ഒന്നുണ്ട്, അതുപോലെ തന്നെ അവശതാ പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അതിന് അർഹനാണ്. അതുപോലെ തന്നെ മറ്റു പല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പൊതുവെ വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുണ്ട്. സ്ത്രീകളാണെങ്കിൽ പിന്നെ വിവാഹത്തിനുള്ള, അവരുടെയോ അല്ലെ അവരുടെ മക്കളുടെയോ വിവാഹത്തിന്, ഇതൊക്കെ ചെറിയ ചെറിയ ധനസഹായങ്ങളാണ്. പക്ഷെ അതൊക്കെ ഉണ്ട്, പല തരത്തിലുള്ള സഹായങ്ങളുണ്ട്. വീട് വെക്കുകയാണെങ്കിൽ സബ്സിഡി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 20 ലക്ഷം രൂപ വരെ വായ്പ എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ സബ്സിഡി. ചില കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ അംഗമാകുക എന്നുള്ള കണ്ടീഷൻസാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ചില ആനുകൂല്യങ്ങൾക്ക് ഇത്ര 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അംഗമായിരുന്നിരിക്കണം എന്നുള്ള രീതിയിലുള്ള ചില കാര്യമായിട്ടുള്ളതിനുണ്ട്. അസുഖത്തിന് ചികിത്സാ സഹായമുണ്ട്. 50,000 രൂപ വരെ ഒരു ടൈമിൽ ചികിത്സാ സഹായം ലഭിക്കുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ 55 വയസ്സ് വരെ ആകാൻ നിൽക്കുന്നതിന് പകരം ഏറ്റവും നേരത്തെ തന്നെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നല്ലതൊരു പ്രവാസി എന്നുള്ള നിലയ്ക്ക്. ഈ അംഗം എന്നുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകൾ പലതരത്തിലുണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ തിരിച്ചു പോവുകയാണെങ്കിലും ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗമാണ് എന്നുള്ള ആ കാർഡ് പോലും വാലിഡാണ് പലതിനും. അപ്പോൾ അത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഈ പെൻഷൻ തുക ഇനി കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. തുടങ്ങിയ സമയത്ത് 2000 രൂപയായിരുന്നു പെൻഷൻ, ഇപ്പോൾ 3500 ആയിട്ടുണ്ട്. കാലികമായിട്ട് അത്തരം, ഇതിപ്പം നമ്മൾ ബോർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രവാസികളെയാണല്ലോ. അപ്പം നമ്മൾ ആ പ്രവാസികളുടെ ഇത്തരം വിഷയങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2000 ഇപ്പം 3500 ആയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് കൂടുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയുന്നതനുസരിച്ച് മാറും, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളെ കുറിച്ച് തന്നെ പറയാം. ആനുകൂല്യങ്ങൾ പൊതുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറയുന്നത് പെൻഷൻ തന്നെയാണ്. അതന്നെയാണ് ഏറ്റവും കാച്ചി ആയിട്ടുള്ളത്. കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ തന്നെയാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ പെൻഷൻ കിട്ടും. അതെ, നാട്ടിൽ ചെല്ലുമ്പോൾ പെൻഷൻ കിട്ടും. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ള എന്താ വെച്ചാൽ, ഈ ഗൾഫിലോ അല്ലെങ്കിൽ പൊതുവിൽ പുറത്തൊക്കെ ഉള്ളവർക്ക് ഈ പെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ, കാരണം അവരൊരു വലിയ സമ്പാദ്യമായിട്ടാണ് മടങ്ങിപ്പോകുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. സമ്പാദ്യമായിട്ട് പോകുന്നവരുണ്ട്, പക്ഷേ നമ്മളെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ പങ്ക് ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ഒരു തിരിച്ച് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുമായിട്ടൊന്നുമല്ല തിരിച്ചു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷനൊക്കെ തീർച്ചയായും അത് ആ ഒരു സമയത്ത് തീർച്ചയായും ഗുണകരമായി തന്നെ ഭവിക്കും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യം എന്തിനു വേണ്ടെന്ന്. അതെ, അത് നമ്മുടെ ഒരു അവകാശം കൂടെയാണ്. നമ്മൾ നാടിന് വേണ്ടിയിട്ട്, നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും നാട്ടിലെ വികസനത്തിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ്റെ ഒരു അംഗീകാരം എന്നുള്ള രീതിയിലാണ് ഇത്തരം പെൻഷൻ. അതൊരു അവകാശം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പെൻഷൻ തന്നെയാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെൻഷൻ്റെ പ്രത്യേകത, ഇപ്പം അംഗമാകുന്ന ആൾക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ കുടുംബ
ത്തിനുള്ള പെൻഷൻ, ആ പെൻഷൻ്റെ ഇപ്പം ആയ ആൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ പെൻഷൻ്റെ പകുതി കുടുംബ പെൻഷനായിട്ട് സ്പൗസിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പൗസിനോ അല്ലെങ്കിൽ ആശ്രിതർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രവാസി ക്ഷമതയിൽ അംഗം എടുത്തു 2 വർഷം 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും അവശത വന്നു കഴിഞ്ഞാൽ അവശത പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വർഷമാണ് അതിന് പറയുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്തൊരു ശാരീരിക അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവശത പെൻഷൻ എന്ന് പറഞ്ഞുള്ള കൊടുക്കും. അതും ഒരു നല്ല സ്കീമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിർഭാഗ്യവശാൽ മരണാനന്തര സഹായം എന്നുള്ള രീതിയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ കുടുംബത്തിന് ഉള്ള ഒരു ധനസഹായമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നമ്മളിപ്പം സപ്പോസ് ഇവിടെ വെച്ച് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, മരണപ്പെടുന്ന ഒരാൾ പ്രവാസി ക്ഷേമനിധി കാർഡ് എടുത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലും സഹായം തീർച്ചയായിട്ടും അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടുന്ന് അവിടെ ബോഡി അയക്കാൻ അങ്ങനെ ഇവിടുന്ന് അവിടെ ബോഡി അയക്കുന്നത് വേറെ തരത്തിൽ പല സ്കീമുകളുണ്ടല്ലോ. ഗവൺമെന്റ് നോർക്കയുടെ സ്കീമുകളുണ്ട്, എംബസിയുടെ സഹായങ്ങൾ അതിനു വേണ്ടി വരുന്നുണ്ട്. ക്ഷേമനിധി കാർഡ് എടുത്തത് കൊണ്ട് മരണാനന്തര സഹായം എന്ന് പറഞ്ഞ കുടുംബത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. അതാണ് അതിൽ ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വളരെ മോശമായ ആരോഗ്യസ്ഥിതിയിൽ ചികിത്സാ സഹായം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സഹായങ്ങളുണ്ട്. അത് ഏതാണ്ട് 50,000 രൂപ വരെ ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്ന ഒരു അംഗത്തിന് ചികിത്സാ സഹായമായിട്ട് ഇവിടുന്ന് ഒരാൾ നാട്ടിൽ ചെന്നിട്ട് ഒരാൾക്ക് വളരെ അസുഖം വന്ന ഒരവസ്ഥയിൽ ഈ 50,000 വലിയ സഹായമായിട്ടുണ്ട് ഈ പ്രവാസി ക്ഷേമനിധി കാർഡ് എടുത്ത ഒരാൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ ഒരു സെക്ടർ എടുത്തു കഴിഞ്ഞാൽ, ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ജനങ്ങളുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലിയ സമ്പത്ത് ഉള്ളവരൊന്നും അല്ല. ഭൂരിപക്ഷവും സാധാരണക്കാരായിട്ടുള്ളവർ അവർ തിരിച്ചെത്തുമ്പോൾ ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ചികിത്സാ സഹായം 50,000 രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായമുണ്ട്. ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവരുടെ വിവാഹത്തിന് അല്ലെങ്കിൽ പെൺമക്കളുടെ വിവാഹത്തിന് ചെറിയ തോതാണ്, പക്ഷെ എങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒരു ചെറിയ സഹായമെങ്കിൽ ചെറിയ സഹായം, അത് 10,000 രൂപ ഒരു സഹായം എന്നുള്ള രീതിയിൽ ധനസഹായം കൊടുക്കാറുണ്ട്. പ്രസവാനുകൂല്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ലേഡി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പെൺമക്കൾക്ക് പ്രസവത്തിനുള്ള പ്രവാസാനുകൂല്യമുണ്ട്. പിന്നെ വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്. മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വൺ ടൈം സഹായം ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സഹായം എന്ന് നമ്മൾ ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന്, ഈ വീടിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ ഒരു സബ്സിഡി ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പം 20 ലക്ഷം രൂപ വരെയുള്ള ലോണിന് നമ്മൾ 1 ലക്ഷം രൂപ വരെ സബ്സിഡി പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗമാണെങ്കിൽ ലഭിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള സഹായങ്ങളുണ്ട്. ഇത് കൂടാതെ വേറെ ഒരു സ്കീം കൂടെ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് ഡിവിഡൻഡ് പദ്ധതിയുണ്ട്. അതൊരു ഇതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മൾ 51 ലക്ഷം രൂപ വരെ ഉള്ള നിക്ഷേപങ്ങൾക്ക് 10% പലിശ കണക്കാക്കിക്കൊണ്ട് അത് പെൻഷൻ പോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. നമ്മൾ നിക്ഷേപിക്കുന്നത്, അതായത് ഇതുവരെ എന്ന് വെച്ചാൽ ഇതിപ്പം ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നുള്ള പോലെയാണല്ലോ ഇപ്പോൾ ഈ ഒരു സ്കീം ഉള്ളത്. മറ്റത് പ്രവാസികളിൽ പലരും പലതരത്തിൽ നാട്ടിൽ നിക്ഷേപം നടത്തുന്നവരുണ്ട്. അപ്പോൾ അവരുടെ നിക്ഷേപം നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കിഫ്ബി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അത് കിഫ്ബി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഈ 2023 അതിൻ്റെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് അത് പ്രഖ്യാപിച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഡിവിഡൻഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പം അറിയാനൊരു ആകാംക്ഷ, എത്ര പേർക്ക് ഇപ്പോൾ പ്രവാസി പെൻഷൻ സ്കീമിലൂടെ പെൻഷൻ കിട്ടി തുടങ്ങി? പെൻഷൻ കിട്ടുന്നവർ ഏതാണ്ട് 47,000-ഓളം പേര് ഇപ്പോൾ നാട്ടിൽ 47,000-ഓളം പേര് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഗൾഫ് പ്രവാസി കാറ്റഗറിയിലാണോ അവർ? പ്രവാസികൾ പക്ഷെ കൂടുതലും പ്രവാസികളാണ്. നാട്ടിലുള്ളവരുണ്ട്, ഇപ്പം നിലവിൽ ഉള്ളവരുണ്ട്. ഇവിടെ തന്നെ ഒമാനിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ജോലി ചെയ്തുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അറിയാം 2,000 പേര് ഓരോ മാസവും പെൻഷൻ വാങ്ങുന്നവരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ നേരത്തെ ചേർന്നിട്ടുള്ളവർ 60 വയസ്സ് കഴിഞ്ഞവർ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2,000 പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നമുക്ക് മൊത്തം ഇപ്പോൾ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ഏതാണ്ട് 8 ലക്ഷത്തോട് അടുക്കുകയാണ് അത് ശരി. മൊത്തം അംഗങ്ങൾ. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നന്നായിട്ട് നമ്പർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ഇപ്പം പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം അതെ, എടുത്തിട്ടുള്ളത്. 8 ലക്ഷത്തോളം പേര് അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മളത് കൂട്ടാനുള്ള ഒരു വലിയ ഡ്രൈവിൻ്റെ ഒരു പരിപാടിയും കൂടിയുണ്ട്. ഒമാനിൽ പ്രത്യേകിച്ച് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒമാനിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒമാനിലെ ഗ്ലോബൽ എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ചുമായിട്ട് അവരുമായിട്ട് ടൈപ്പിലൂടെ ഗ്ലോബൽ എക്സ്ചേഞ്ചിൻ്റെ ഒമാനിലുള്ള എല്ലാ ശാഖകളിലും ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, റെസിഡൻറ്റ് കാർഡ് കോപ്പി, ഫോട്ടോ ഇത്രയും കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു ചെറിയൊരു 1-2 റിയാലിന് താഴെയുള്ളൂ. അതെ, പ്രോസസ്സിലൂടെ അത് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായിട്ട് ഒരു വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല ഗ്ലോബൽ എക്സ്ചേഞ്ചുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ ഒമാനിൽ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുള്ള ഒന്നാണ്. അതുകൊണ്ട് അപ്പോൾ ഗ്ലോബൽ എക്സ്ചേഞ്ചുമായി തന്നെ ചേർന്നുകൊണ്ട് ഒരു മേജർ ഡ്രൈവ് നടത്താനുള്ള പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ എല്ലാ മേഖലകളിലും, ഒമാൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഡ്രൈവ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയും കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംശയം, നമ്മളിപ്പോൾ 60 വയസ്സ് വരെ ഈ അംശാദായം അടച്ചു തീർത്തു, അപ്പോൾ നമുക്ക് പെൻഷൻ കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും പിന്നെ നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? നമ്മൾ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 60 വയസ്സ് തികയുന്ന ആ ഒരു സമയത്ത് പെൻഷൻ അപേക്ഷിക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അപ്പോൾ ചില ഡോക്യുമെൻസുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ സാധാരണഗതിയിൽ ആദ്യം കൊടുത്തിട്ടുള്ള വയസ്സിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള പാസ്പോർട്ട് കോപ്പിയും രണ്ടാമത് കൊടുക്കണം. അപേക്ഷ നമ്മൾ എടുത്തു കൊടുക്കണം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ലൈഫ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും അത് പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് ആ ഫോമിൽ തന്നെ വരും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇവിടെ ചില ഒരു വിഷയം കാണുന്നത് വെച്ചാൽ, പലപ്പോഴും ആൾക്കാർ നമ്മുടെ ഇവിടുന്ന് പെൻഷൻ എടുക്കുന്ന ഒരു NRE അക്കൗണ്ടിൻ്റെ നമ്പർ കൊടുക്കുന്ന ഒരു കേസുണ്ട്. അത് കൊടുക്കാൻ പാടില്ല. നാട്ടിലുള്ള NRO അല്ലെങ്കിൽ SB സാറിന് ഉണ്ടാവാൻ പാടില്ല. NRO അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് കൂടാതെ അവർ ചേരുന്ന സമയത്ത് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഓപ്ഷണലായിട്ട് തന്നെ ആധാർ കാർഡും ചോദിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു വെരിഫിക്കേഷൻ കൂടെ നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ ഈ ഹാർഡ് കോപ്പി വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഓൺലൈൻ ആയിരുന്നില്ല. അപ്പോൾ ആ റെക്കോർഡുകളിലൊക്കെയുള്ള പല തിരുത്തലുകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുകൊണ്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുന്നുണ്ട് ഈ ഡോക്യുമെൻറ്റ്. അപ്പോൾ പിന്നെ പുതിയതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അധികമൊന്നും ആവശ്യമില്ല. നമ്മുടെ അടുത്തുള്ള ഇതേപോലത്തെ വയസ്സിൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മറ്റ് ആനുകൂല്യങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം വിവാഹത്തിനുള്ള? അതെ, ഇതിനെല്ലാം തന്നെ അതിൻ്റെ എവിഡൻസ് കൊടുക്കുക എന്നുള്ള, ഇപ്പോൾ ഓരോ ധനസഹായത്തിൻ്റെ കേസിലും അതിൻ്റെ എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ ചികിത്സാ സഹായം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ നടത്തി കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ബില്ലുകളും മറ്റും എടുത്തുകൊണ്ട് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു അതോറിറ്റിയുടെ ഒപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് അതോറിറ്റി അല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതി. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്രവാസി ക്ഷേമനിധിയുടെ ഡയറക്ടറുടെ ഒരു സാക്ഷ്യപ്പെടുത്തലോടെ തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഈ ചികിത്സ നടത്തിയിരിക്കുന്നത് കറക്റ്റാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതാണ്. അപ്പോൾ അതിൻ്റെ ആ മെറിറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കി അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ആ ചികിത്സാ സഹായം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിവാഹ ധനസഹായത്തിന് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഒരു അംഗമാണെങ്കിലും ലേഡി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പെൺമക്കളാണ്, അംഗത്തിൻ്റെ പെൺമക്കളാണെങ്കിലും ഇത് കിട്ടുന്നതാണ്. 3 വർഷം എങ്കിലും അംശാദായം അടച്ചു വരുന്നവരായിരിക്കണം എന്നുള്ള കണ്ടീഷൻ അതിനകത്തുണ്ട്. ഈ അപേക്ഷ കൊടുക്കുന്നതൊക്കെ അതിൻ്റെ എവിഡൻസ് വെച്ചുകൊണ്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വിവാഹ ധനസഹായമാണ് ഒരു പ്രധാനപ്പെട്ട എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് പ്രസവാനുകൂല്യം. പ്രസവാനുകൂല്യമുണ്ട്. 3000 രൂപയാണ് ആ സമയത്ത് കൊടുക്കുന്നത്. ഇതിനൊക്കെ അത് ഒരു കൃത്യമായ ആ എവിഡൻസ്
ഇതിൻ്റെ ഉള്ള എവിഡൻസ് വെച്ചുകൊണ്ട് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നമ്മൾ ആ വെബ്സൈറ്റിൽ അപേക്ഷയ്ക്ക് പോയാലോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ആ സമയത്ത് നാട്ടിലാണെങ്കിൽ അക്ഷയ സെൻറ്ററുകളിൽ ഇത് ചെയ്യാവുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കും അറിയാം, ഒരു കൃത്യമായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ധനസഹായത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആയിരിക്കണം പഠിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. അതോടൊപ്പം തന്നെ മെറിറ്റ് സീറ്റിൽ പ്രവേശനം കിട്ടിയവരായിരിക്കണം. അപ്പം +2 ശേഷമുള്ള കോഴ്സുകളിൽ പഠിക്കുന്നതിനാണ് ഇത് ആനുകൂല്യമാണ്. അങ്ങനെ ചില ചെറിയ ചെറിയ കണ്ടീഷൻസ് പലതും. നേരത്തെ പറഞ്ഞ ഈ ഒരു 20 ലക്ഷത്തിൻ്റെ വീടിൻ്റെ ലോൺ എടുക്കുമ്പോൾ 1 ലക്ഷം സബ്സിഡി. അതെ അതെ, അത് പ്രവാസി ഭവന പദ്ധതി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഭവന വായ്പകൾക്ക് 5% സർക്കാർ വായ്പാ സബ്സിഡി എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് പറയാമോ? ഇതിൽ പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന വായ്പയ്ക്ക് 20 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 5% ആണ് സബ്സിഡി ആയിട്ട് ലഭ്യമാക്കുന്നത്. അതാണ് 1 ലക്ഷം. അപ്പം പക്ഷേ നമ്മൾ അതിൻ്റെ 5%. അപ്പോൾ ചിലപ്പോൾ എടുക്കുന്ന എമൗണ്ടിനനുസരിച്ചിട്ട് അത് മാറി വരുന്നതാണ്. അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടുള്ളത് പ്രവാസി ക്ഷേമനിധിയിലെ സജീവ അംഗമായിരിക്കണം, അത് വാലിഡ് അംഗമായിരിക്കണം. വീഴ്ച ഈ അംശാദായം അടച്ചുകൊണ്ട് വീഴ്ച വന്ന സാഹചര്യമാണെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടാവണം. പിന്നെ അംഗത്തിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ സ്വന്തമായി വാസയോഗ്യമായ വീട് ഉണ്ടായിരിക്കാൻ പാടില്ല. അംഗത്തിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ പേരിൽ സ്വന്തമായി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ സ്വന്തമായിട്ട് അംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയോ പേരിൽ സ്ഥലവും ഉണ്ടാവുകയും അവർക്ക് രണ്ടുപേർക്കും വീടില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലഭ്യമാകുന്ന അപേക്ഷകളിൽ നിന്നും വാർഷിക വരുമാനം ഏറ്റവും കുറവുള്ളവർക്ക് മുൻഗണന നൽകുന്ന വിധത്തിലാണ് ഈ അപേക്ഷകൾ പരിശോധിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അംഗത്വത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചിട്ടും അങ്ങനെ ഒരു സെലക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള അംഗങ്ങൾക്ക് സീനിയോറിറ്റി അനുസരിച്ചിട്ട് അംഗത്വത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് അത് നൽകുന്നത്. അതിനൊരു മിനിമം തുക വെച്ചിട്ടുണ്ടോ? അപ്പോൾ 20 ലക്ഷം എന്നുള്ള 5 ലക്ഷത്തിനും അതിൻ്റെ ഇല്ല 5% എന്നുള്ളതാണ്. 5%. അപ്പോൾ അത് 20 ലക്ഷം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷം വരെ വരും. നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് അതും ചെയ്യുക. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ചില രേഖകളുണ്ട്. ഈ അപേക്ഷകൻ്റെ ഇലക്ട്രോണിക് ഒപ്പ് തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മറ്റ് ആധികാരിക രേഖകൾ എന്ന് പറഞ്ഞാൽ ID പ്രൂഫ്, ആധാർ, പാസ്പോർട്ട്, മറ്റ് കാര്യങ്ങൾ. പിന്നെ അംഗത്തിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ പേരിൽ സ്വന്തമായി വീടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ആധികാരിക രേഖ വേണം. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണത്. അതുപോലെ തന്നെ സ്വന്തമായി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം ഇവർ ആരുടെയെങ്കിലും പേരിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രേഖയും അതും ഈ വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പിന്നെ ചെയ്യേണ്ടതുണ്ട്. ഇനി ജീവിത പങ്കാളിയുടെ പേരിലാണ് സ്ഥലമെങ്കിൽ പങ്കാളിയുടെ നിശ്ചിത ഫോർമാറ്റിലുള്ളൊരു സമ്മതപത്രവും അംഗമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. പങ്കാളിയുടെ സമ്മതപത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്. മറ്റ് കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് രേഖയും ബാങ്ക് അക്കൗണ്ടിലെ പേരും അംഗത്തിൻ്റെ രേഖയിലെ പേരും വ്യത്യസ്തമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന അതൊരു പലയിടത്തുള്ളൊരു പ്രശ്നമാണ്. അതായത് 1 and the same സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു രേഖ വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കേണ്ടതുണ്ട്. പല കേസിലും ഇത് വരാറുണ്ട്. നമ്മൾ ഈ പ്രവാസി ക്ഷേമനിധിയുടെ തന്നെ പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പേരുകളിലൊക്കെ ഉള്ള ചില വ്യത്യാസങ്ങൾ ബുദ്ധിമുട്ടായ ആളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രശ്നമാകുമ്പോൾ ഈ 1 and the same സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട് അവർ. ഭവന വായ്പയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന ബാങ്കിൽ നിന്ന് ആ വായ്പ സംബന്ധിച്ച വിശദാംശങ്ങളും ആ വായ്പ അനുവദിച്ചതിൻ്റെ കത്തും ഇതിനോടൊപ്പം തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് പൊതുവിൽ വേണ്ട രേഖകൾ. എന്തായാലും ഒരു നല്ല സ്കീം തന്നെയാണ് എന്നൊരു സംശയമൊന്നുമില്ല. പ്രവാസികളിൽ വീടില്ലാത്തവർക്ക് മൊത്തത്തിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ വീടില്ലാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ലൈഫ് പദ്ധതിയിലൂടെയൊക്കെ വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ലക്ഷത്തോളം വീടുകൾ ഇപ്പം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പ്രവാസികളുടെ ഭാഗത്തുനിന്ന് ഈ ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ടും കൂടെ വന്നുകൊണ്ട് പ്രവാസികൾക്കും വീട് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് വരുന്നത്. ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രവാസികളായിരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നത് ഈ 2 കാർഡും, ഒന്ന് നോർക്ക കാർഡും ഒന്ന് പ്രവാസി ക്ഷേമനിധി അംഗത്വം എടുക്കണം എന്നുള്ളതാണ്. പ്രവാസി ക്ഷേമനിധി എന്ന് പറയുന്നതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പെൻഷനാണ്.
മാസം ചെറിയൊരടവ് ഒരു 350 രൂപ എല്ലാ മാസവും, അത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചടയ്ക്കാം. 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ചേരാം. അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷം പ്രതിമാസം 3500 രൂപയാണ് ഇപ്പോൾ പെൻഷൻ. നേരത്തെ 2000 ആയിരുന്നു, അതിന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസി സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചോ നോർക്കയെക്കുറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. നമുക്കതിൻ്റെ റെസ്പോൺസ് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ചോദിച്ച് അതിനുള്ള ഉത്തരം തരാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് മെയിനായിട്ടുള്ളൊരു വേറൊരു സംശയമാണ്, ഈ നോർക്കയും പ്രവാസി ക്ഷേമനിധിയും രണ്ടാണോ, 2 കാർഡുകളാണോ? അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളാണിതെല്ലാം. നോർക്ക റൂട്ട്സ്, വെൽഫെയർ ബോർഡ്, അതുപോലെ തന്നെ NRI കമ്മീഷനുണ്ട്, ലോക കേരള സഭയുണ്ട്, ഓവർസീസ് കേരളൈറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി നോർക്കയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ പ്രവാസി ക്ഷേമനിധി. പൊതുവിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ വേറൊന്ന്, ഈ നോർക്ക ഒരു കാർഡുണ്ട്, നോർക്ക ID കാർഡുണ്ട്, അത് വ്യത്യസ്തമാണ്.